ഇതൊന്നും കൊണ്ട് പറയണ്ട. എനിക്ക് അന്നോട് കൂടുതൽ സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ ഗൾഫിക്ക് കൊണ്ടുപോവാന്ന് വിചാരിച്ചോ? അനക്ക് ഇംഗ്ലീഷ് അറിയോ? അനക്ക് അറബി അറിയോ? പിന്നെ അന്റെ നിറം എത്ര കാലത്തായി പുട്ടിട്ടാണ്ട് കൊണ്ടുനടക്കുക? ഫോണാണ്ട് വെച്ചാ ആകെ 10-28 ദിവസം എന്റെ ഒപ്പം നിന്നിട്ടുള്ളൂ. അനക്കിപ്പോ ആരും കിട്ടൂടാ. എന്റെ കുട്ടിക്ക് എന്താ സംഭവിച്ചേ? ആകെ കഴിഞ്ഞല്ലോ. ഓക്കെടാ, ഓക്കെ. എന്നാ നമുക്ക് മൂന്നാർ വേണ്ട, ഊട്ടിക്കാണ്ട് വിടാം നാളെ രാവിലെ. എന്നാ ശരി, ഓക്കെ. ഈ ചെങ്ങായി നിന്ന് 40ാമത്തെ വട്ടാണല്ലോ വിളിക്കണത്. ഹലോ ഹലോ, ഈ എവിടെടാ? ഹലോ, ഞാൻ എന്നെ കണ്ടിക്കണ്. ഇങ്ങോട്ട് വാങ്ങട്ടെ. എന്നാലും മോള് ഈ പണി ചെയ്യുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എൻ്റെ കയ്യും കാലും വരച്ചിട്ട് വെയ്യടാ. നീ എന്താ ചെയ്യാ? നീ ഫോണില് പറഞ്ഞ പോലെ ഇനി ഇതിന്റെ പേരിൽ നീ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ഇതിന്റെ പേരിൽ എന്റെ ഭാഗത്ത് നിന്ന് നിനക്കൊരു ഹെൽപ്പും കിട്ടൂല ഷർഫോ. പ്ലീസ് എടാ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞാട്ടെ. ഒരു പാവം പെൺകുട്ടിയെ കൊലക്ക് കൊടുത്തിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം പോലും ആയിട്ടില്ലല്ലോ. ഈ മിഠായി കൊടുക്കലിനും കല്യാണ നിശ്ചയത്തിനൊക്കെ നീയും നിന്റെ കുടുംബവും ഏത് മാനത്ത് നോക്കിയിട്ടാടാ പെൺവീട്ടുകാർക്ക് സമ്മതം കൊടുത്തത്? എടാ അത് പിന്നെ നീ ഒന്നും പറയണ്ട. കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിഞ്ഞ് ഈ ദിവസം വരെ പിന്നെ ഈ അവളോട് ഏത് ഭാഷയിലായിരുന്നു സംസാരിച്ചിരുന്നത്? ഇപ്പൊ അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, നിറം കുറവാണ്, അങ്ങനെ 100,000 കുറ്റങ്ങള്. ഇതൊക്കെ കല്യാണത്തിന്റെ മുന്നേ നിനക്ക് പറയാനേ നിന്റെ തൊള്ളയിൽ എന്താ ഉണ്ടപ്പൊരി തിരികെ വെച്ചിരുന്നാ? എടാ ഇജിന്നെങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? ഇവിടുന്ന് രക്ഷപ്പെടാല്ലോ, എന്തെങ്കിലും വഴി പറഞ്ഞോട്ടെ. നിറത്തിന്റെ പേരും പറഞ്ഞ് ആ പെണ്ണിനെ കൊലക്ക് കൊടുത്തിട്ട് നിനക്ക് പാലിന്റെ നിറണ്ട നാറി. എടാ നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തൊക്കെ ഈ പറയണത്? നിന്നോടൊക്കെ എന്ത് ഫ്രണ്ട്ഷിപ്പ്? ആ കുട്ടിക്കും ആ കുടുംബത്തിന് നീതി കിട്ടുന്നത് വരെ ഞാൻ അവരോടൊപ്പമായിരിക്കും. എനിക്കുണ്ട് 2 പെൺകുട്ടികള്. അപ്പോ നീ എന്നെ ഒരു നിലക്കും സഹായിക്കൂല? ഇല്ല ഷർഫോ, ഇല്ല. ഈ ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ് ചെയ്തിട്ടുള്ളത്. 18ഉം 19ഉം വയസ്സാവുമ്പോഴേക്കും അവരെ വിവാഹം ചെയ്തു പറഞ്ഞയക്കാൻ തിടുക്കം കാണിക്കല്ലേ. അവർ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു വിവാഹത്തിന് പാകപ്പെടട്ടെ.